ഹലോ എവ്രിവൺ, എല്ലാവർക്കും ട്രെയിനേഴ്സ് ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ട്രെയിനേഴ്സ് ടോക്കിന്റെ 30ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ സമാരംഭം കുറിക്കാൻ പോകുന്നത്. ട്രെയിൻ ദ ട്രെയിനർ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ട്രെയിനേഴ്സ് ആണ് ഈ ഒരു ടോക്കിലേക്ക് നമ്മളോട് വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് സംസാരിക്കാൻ കടന്നു വരുന്നത്. കഴിഞ്ഞ 29 ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിലൂടെ നിങ്ങളുമായിട്ട് നമ്മുടെ ട്രെയിനേഴ്സ് സംവദിച്ചു. ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളത്. ഇതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് ഓരോരുത്തരും ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഒരു വിഷയം നമ്മൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാം എന്ന് കരുതി നീട്ടിവെക്കും. പിന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോഴേക്കും വീണ്ടും നമുക്ക് നീട്ടിവെക്കാം എന്ന് തോന്നും. അങ്ങനെ എപ്പോഴും ഒരു കംഫേർട്ട് സോണിൽ നിന്നുകൊണ്ട്, കാരണം മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം, ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹാർഡായിട്ടുള്ള ഒരു കാര്യവും ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തെ ആയിരിക്കും പെട്ടെന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. പഠിക്കാനിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ മൊബൈൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമ്മൾ പഠിക്കാനുള്ളതിൽ നിന്ന് പതുക്കെ നമുക്ക് മൊബൈൽ എടുത്ത് നോക്കാം എന്ന ഒരു ചിന്താഗതി ആയിരിക്കും പൊതുവെ ഉണ്ടാകുന്നത്. കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തിരിയും. പിന്നെ അതല്ലെങ്കിൽ ഒരു സമയം നോക്കാൻ വേണ്ടി മൊബൈൽ എടുത്തതായിരിക്കാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ ശ്രദ്ധ തെറ്റി മറ്റെവിടേക്കോ എത്തുകയാണ്. അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഈ നീട്ടിവെക്കുക എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. വിശേഷം ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഈ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ടുള്ള ഒരു സമയത്ത്, ഒരു ഡെഡ് ലൈനിനുള്ളിൽ നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ, അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ അല്ലെങ്കിൽ അവര് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, 10ാം തീയതിയാണ് നമ്മുടെ ഡെഡ് ലൈൻ എങ്കിൽ നമ്മളൊരു 5ാം തീയതിയോടുകൂടി നമ്മൾ നിർവഹിച്ച് അത് അവർ മറ്റുള്ളവർക്ക് കൈമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്കൊരു അപ്രീഷിയേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ 10ാം തീയതി എന്നൊരു ഡെഡ് ലൈൻ പറഞ്ഞതിന് ശേഷം 15ാം തീയതിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു അപ്രീഷിയേഷന് യാതൊരു സാധ്യതയും ഇല്ല. അപ്പോ നമുക്ക് എന്നാൽ നമ്മുടെ ഒരുപാട് സമയം നമ്മുടെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്, നമ്മൾ അശ്രദ്ധമായിട്ട് പോകുന്നുണ്ട്, ഇത് എവിടേക്കോ പോകുന്നു നമുക്ക് അറിയുന്നില്ല. അപ്പോ നീട്ടിവെക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമുക്കത് കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറെ കൂടി പ്രൊഡക്റ്റീവ് ആകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്. നേരത്തെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ എത്രയാണോ ഗ്രോ ചെയ്തത് അതിനേക്കാൾ ഇരട്ടിയോ അതിനേക്കാൾ കൂടുതലോ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ട്രെയിനേഴ്സ് ബാച്ചിലെ 10ാമത്തെ ബാച്ചിൽ നിന്നുള്ള റാഷിദ VK. റാഷിദ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്, അതേപോലെ തന്നെ ട്രെയിനറും കൂടിയാണ്. സോ റാഷിദ ആ ഒരു വിഷയം മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. റാഷിദയെ പ്രത്യേകം ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് റാഷിദ മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. Thank you, Faisal sir. Good evening all. ഇന്നത്തെ പേര് സൂചിപ്പിച്ചു, റാഷിദ, ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പം ഈ ഒരു കോഴ്സ് തുടങ്ങിയിട്ട് എന്താ പറയാ, കുറച്ചധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാം. എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. പ്രൊക്രാസ്റ്റിനേഷൻ, വൈ ഇറ്റ് ഹാപ്പൻസ് ആൻഡ് ഹൗ we can overcome it എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാനിത് എടുക്കാൻ കാരണം തന്നെ ഞാൻ ഇതിന്റെ വലിയൊരു ഫാനാണ്, അല്ലെങ്കിൽ
ഇതിനൊരു അഡിക്റ്റ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ അടുത്ത് കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയും കൂടിയാണ്. അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. എല്ലാവരിലും കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ. ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ അത് എത്രത്തോളം നമുക്ക് നെഗറ്റീവ്ലി നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളത് ചെയ്യുമ്പോൾ, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണില്ല. പിന്നെ അത് നമ്മള് ചെറിയൊരു വിഷയമല്ലേ, അല്ലെങ്കിൽ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മള് പിന്നെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു പിന്നെ സീരിയസ് ഇഷ്യൂ ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. അത് നമ്മള് പിന്നെ ചെയ്ത് ചെയ്ത് നമ്മൾ അതിനൊരു അഡിക്റ്റ് ആവുന്നുണ്ട് എന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ വളരെ ഫേമസ് പ്ലേ റൈറ്റ് ഷേക്സ്പിയർ, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ട്രാജഡിയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഹാംലെറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ ഒരു ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. ആ ഒരു ക്യാരക്ടറിന് ഒരു ടാർഗറ്റ് ഉണ്ട്, ബട്ട് അത് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ. ഇന്ന് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുന്നതാണ് ആ ഒരു ക്യാരക്ടറിന്റെ പിന്നെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ റൈറ്റർ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് ദ എനിമി ഓഫ് സക്സസ് എന്ന് പറയുന്നത്. ശരിയാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വിജയത്തിലേക്കുള്ള പാതയിൽ നമ്മുടെ ഒരു ശത്രുവായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ നമ്മൾ ആരും അതിനെ എന്താണ് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള പോയിന്റ്സിലാണ് ഇത് സംസാരിക്കുന്നത്. ആദ്യം പ്രൊക്രാസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം, ഈ നീട്ടി വെക്കുക, എക്സ്റ്റെൻഡിങ് സംതിങ് ടു ദ ലാസ്റ്റ് മിനിറ്റ്, ഡിലേയിങ് സംതിങ് ഓർ പുട്ടിങ് ഓഫ് സംതിങ് ഇൻ ടു ദ ലാസ്റ്റ് മിനിറ്റ് ഓർ 11th അവർ വരെ നമ്മൾ ഒരു കാര്യം മാറ്റി വെക്കുക, നീട്ടി വെക്കുന്നതിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇന്റൻഷനലി ആയിരിക്കും, അല്ലെങ്കിൽ അൺഇന്റൻഷനലി ആയിരിക്കും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരോ ഒരാൾ പറയുന്നുണ്ടാവും, അത് മാറ്റി വെക്ക് ഇപ്പൊ ചെയ്യണ്ട, ദിസ് ഇസ് നോട്ട് ദ പെർഫെക്റ്റ് ടൈം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ സിംപ്ലി സ്പീക്കിംഗ്, ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഡിലേയിങ് സംതിങ്, സം ടാസ്ക് ഓർ ആക്ഷൻ ടു ദ ലാസ്റ്റ് മിനിറ്റ്, അൻറ്റിൽ ദ ലാസ്റ്റ് മിനിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം പ്രൊക്രാസ്റ്റിനേഷൻ. ഇനി ഈ പ്രൊക്രാസ്റ്റിനേഷൻ വരാനുള്ള കാരണങ്ങൾ എന്താണ്? അതിന് മുമ്പായിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഇതൊരു മെന്റൽ ഇൽനെസ് ഒന്നുമല്ല. ലൈക്ക് ഡിപ്രഷൻ, OCD എന്നൊക്കെ പറയുന്ന പോലെ, സ്ട്രെസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മെന്റൽ ഇൽനെസ് ഒന്നുമല്ല. പക്ഷെ ഇതിന് നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നമ്മുടെ കൂടെ തന്നെ എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഡിപ്രഷനിലേക്കോ, അല്ലെങ്കിൽ ഇതൊരു മെന്റൽ ഇൽനെസ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ ആയിട്ട് തന്നെ ചിലപ്പോൾ മാറിയേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഒന്നും ഉണ്ടാവാതെ അങ്ങനെ ഒരു പാസീവായിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള 3 കോസസ് എന്ന് പറയുന്നത്, കാരണങ്ങൾ എന്ന് പറയുന്നത്, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വിചാരിക്കുന്നത് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ, പിന്നെ ഇതിപ്പോ തന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരുപാട് സമയമുണ്ട്, പിന്നെ അതുകൊണ്ട് സാവധാനത്തിൽ ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു കാര്യമാണ് അവര് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മള് വീട്ട് അടുക്കും ചിട്ടായിട്ടും ഭയങ്കര ക്ലീൻ ആയിട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും, ആ ഫംഗ്ഷൻ തീരുമാനിച്ച ദിവസം തന്നെ തൊട്ട് ഇങ്ങനെ ഭയങ്കര പ്രിപ്പറേഷനും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഉള്ള വ്യക്തി എന്ത് ചെയ്യും, അതങ്ങനെ നീട്ടി നീട്ടി, സൺഡേ ആണ് ഫംഗ്ഷന് എന്നുണ്ടെങ്കിൽ അത് സാറ്റർഡേ ഈവനിങ് ഒക്കെ ആയിരിക്കും അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുക. അപ്പം അവർ വിചാരിക്കുന്നത് എന്താണ്, ഒരുപാട് സമയം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ തന്നെ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും അവര് വിചാരിക്കുന്നത്. പിന്നെ ഒന്ന് പറയുന്നത്, ഒരു ചെറിയ കാര്യമല്ലേ, ഒരു ചെറിയ ടാസ്ക് അല്ലേ അത് ചെയ്യുന്നത്, അതിനിപ്പോ അത്ര എന്താ പറയാ കുറെ സമയമൊന്നും എടുക്കൂല.
അതൊരു 2 മണിക്കൂറിന്റെ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ആ സമയത്ത് അതാണ് 11th അവർ 11ാം മണിക്കൂറിൽ എന്നിങ്ങനെ നമ്മൾ പറയാറുള്ളത്. അതൊരു പിന്നെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇനിയും സമയമുണ്ട് എന്നുള്ളത് ഒരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ആണ് അത് കൊടുക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ച പോലെ അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ നീട്ടി നീട്ടി വെച്ചിട്ട് ആ ഒരു 11th അവർ എത്തുമ്പം ചിലപ്പം നമുക്കത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ചില ആളുകളില് ഇങ്ങനെ നമ്മളൊരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സെക്കൻഡ് സപ്പോർട്ട് നമുക്ക് വേണം. ആരെങ്കിലും ഇങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പിന്നെ അത് ചെയ്യുള്ളൂ. സോ ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ നമുക്ക് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നൂല. ഇങ്ങനെയൊക്കെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങള് ആണ് ഇങ്ങനെ റിസർച്ച് അനാലിസിസ് ഒക്കെ പറയുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റൻഷനലി ഓർ അൺഇന്റൻഷനലി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അതിങ്ങനെ നീട്ടി വെക്കുക എന്നുള്ളത് അത് അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നത്. പിന്നെ അതങ്ങനെ നമ്മളൊരു റൂട്ടീനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്തൊരു ടാസ്ക് കിട്ടുമ്പോഴും ഇങ്ങനെ അതിങ്ങനെ നീട്ടി നീട്ടി വെക്കുക. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് അക്കാദമിക്സിൽ എങ്ങനെ കുട്ടികൾ ഇതെങ്ങനെ ചെയ്യുന്നുണ്ട്? കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് റിസർച്ചിലൊക്കെ നോക്കുമ്പം നമ്മൾ ഒരു ഗ്രാജുവേഷൻ ലെവലിലുള്ള കുട്ടികളെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ഒരു റിസർച്ച് അനാലിസിസിന്റെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് 80% മുതൽ 95% വരെയുള്ള സ്റ്റുഡൻസ് റെഗുലർ ബേസിസിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്കൊരു ഒരു അസൈൻമെന്റ്, ഒരു പേപ്പർ സബ്മിഷൻ ഒക്കെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പറിന് പഠിക്കാനുള്ള ഒരു സമയമൊക്കെ കൊടുക്കുമ്പം ആ ഒരു 11th അവർ വരെ ഇവര് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു ഡെഡ് എൻഡ് വരുമ്പോൾ മാത്രമാണ് എന്ത് ഹറിബറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു 80% മുതൽ 95% വരെ കുട്ടികള് റെഗുലർ ബേസിസിൽ അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് അതിപ്പോ ഒരു സിസ്റ്റം ആയിട്ട് കൊണ്ടുപോവാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഒരു അതൊരു എന്താ പറയാ റുട്ടീനായിട്ട് പിള്ളേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് അവരുടെ അക്കാദമിക്സ് എൻഡിങ്ങിലൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഈ കുട്ടികൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പം ഇപ്പൊ തന്നെ അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചും കൂടെ സമയം എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഡെഡ് എൻഡ് വരുമ്പോൾ ഒരു 1 വീക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെയാണ്. ഒരു ഫാൾസ് ഇന്റൻഷൻ ആണ് ഇവർക്കൊക്കെ ഉള്ളത്. ദെൻ പിന്നെ പറയുന്നത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് പലർക്കും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാ ആംബിയൻസും സെറ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ടാസ്ക് ചെയ്യുമ്പം പിന്നെ ശബ്ദം പറ്റൂല. അതുപോലെ എന്താ പറയാ പീസ് ഓഫ് മൈൻഡ് വേണം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു ഇതൊന്നും പറ്റൂല. അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ടില്ല. ഒരു 3-4 മണിക്കൂർ ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ മുന്നേ ആയിട്ടൊക്കെ കുറെ നേരത്തേക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആംബിയൻസ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആംബിയൻസ് വേണം. അത് അവരങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒരു റൈറ്റ് ടൈമിന്, റൈറ്റ് മൈൻഡ് സെറ്റിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം ഒരു ടാസ്ക് ചെയ്യുമ്പോൾ പല ആളുകളും വെച്ച് ഇപ്പൊ എന്റെ മൂഡ് ശരിയല്ല, എന്റെ മൈൻഡ് ശരിയല്ല, ഞാനത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് അങ്ങനെ പോകും. സോ ഇതൊന്നും നമ്മൾ എന്താ പറയാ അറിയുന്നില്ല. നമ്മൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പിന്നെ നമ്മളിത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. ദെൻ വേറൊരു കാര്യം പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് റിവാർഡ് അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞിട്ട് അത് കണ്ടവർ അല്ലെങ്കിൽ കേട്ടവർ പെട്ടെന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നല് അത് നമുക്ക് വേണം. ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവരുടെ അടുത്ത് നിന്ന് വേണം. അത് ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് കിട്ടിയിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു ഫിയർ കൂടി ഇവിടെ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷന് ഒരു റീസൺ അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ കണ്ടുവരുന്നതിൽ ഒരു കാരണമായിട്ട്
പറയുന്നത്. ദെൻ ഇത്രയും ഒരു എന്താ പറയാ കോമൺ പീപ്പിളിന്റെ ആണെന്നുണ്ടെങ്കിലും ഈ സ്റ്റുഡൻസിന് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ മേഖല എന്ന് പറയുന്നത് സ്കൂളാണ്, കുട്ടികളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. ദെൻ പിന്നെ പറയുന്നത്, പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളിത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. ഒരു ടാസ്ക് കിട്ടുമ്പം എന്താണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ കാരണം എന്ന് പിന്നെ പറയുന്നത്. ഇതിന് ഒരുപാട് എക്സ്ക്യൂസസ് പറയുന്നുണ്ട്. പലരും പല എക്സ്ക്യൂസസും പറയുന്നുണ്ട്. നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തന്നെ ബിഹേവിയർ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണങ്ങൾ, ആ ഓരോരോ കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളിന് ചിലപ്പം ഹി ഓർ ഷീ ഡസൻ നോ വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം ഒരു സ്റ്റുഡന്റിനെ അപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് കൊടുത്തു, ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു ഈ കുട്ടിക്ക് അത് ആ ഒരു ടോപ്പിക്ക് മനസ്സിലാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ എന്തൊക്കെ കൊണ്ടുവരണം, എങ്ങനെയൊക്കെ ഇത് എഴുതണം എന്ന് അറിയാത്ത ഒരു അവസ്ഥ. സോ എന്താണ് ആ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. ആ ഒരു ടോപ്പിക്കിൽ, ഒരു ടാസ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ദെൻ വേറെ രണ്ടാമതായിട്ട് പറയുന്നത് ഹൗ ടു ഡു ദ ടാസ്ക്. ഇങ്ങനെ ഈ ഒരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം എന്ന് ഈ ചെയ്യുന്ന ആൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല. സോ അറിയുന്നില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്താണ് നടക്കുന്നത്, അതങ്ങനെ നീട്ടി വെക്കും, അല്ലെങ്കിൽ എന്താ പറയാ ഇത് ചെയ്യാതിരിക്കും. അതാണ് ഒരു റീസൺ പറയുന്നത്. പിന്നെ ഒരാൾക്ക് പിന്നെ പറയുന്നത് ആളുകളുടെ മൂഡ് സ്വിങ്സ്, അവർക്ക് അത് ചെയ്യാൻ ഒരു മൂഡ് തോന്നുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, ഒരു റീസൺ പറയുന്നുണ്ട്. ചില ആളുകൾ ഇത് ചെയ്താൽ എന്ത്, ദേ ഡോണ്ട് കെയർ ഇഫ് ഇറ്റ് ഇസ് ഡൺ ഓർ നോട്ട്. ചെയ്താൽ എന്ത്, ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ളത് ഒരു കെയർലെസ് മൈൻഡ് ആയിട്ടുള്ള പീപ്പിളും എന്ത് ചെയ്യും, ടാസ്കുകൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. ദെൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റിംഗ്, പീപ്പിൾ ഹാവ് ദ ഹാബിറ്റ് ഓഫ് വെയിറ്റിംഗ് അൻറ്റിൽ ദ ലാസ്റ്റ് മിനിറ്റ്. ഒരു 11th അവർ വരെ എന്താണ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയിട്ട് അവർ 11th അവറിൽ മാത്രമേ അത് ചെയ്യുള്ളൂ. ദെൻ ചില ആളുകൾക്ക് വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് മോട്ടിവേറ്റഡ് ആവണം അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആവണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ വർക്ക് അണ്ടർ പ്രഷർ എന്നാണ് പറയുന്നത്. വർക്ക് അണ്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ ഇങ്ങനെ നിർബന്ധിക്കണം, എന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ചെയ്യുന്നില്ല. ദേ ക്യാൻ ഓൺലി വർക്ക് അണ്ടർ പ്രഷർ. നമ്മൾ നിർബന്ധിച്ചാൽ മാത്രം ചെയ്യുന്ന കുറെ പേരുണ്ട്. സോ ആ ഒരു പിന്നെ റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഭാഗത്തിൽ വരുന്നുണ്ട്. ദെൻ പിന്നെ ഓവർ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ടാസ്ക് അല്ലേ, സോ സിമ്പിൾ, നമുക്കത് ആ ഒരു നമുക്ക് തന്ന ഡെഡ് ലൈനിന്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. ഓവർ കോൺഫിഡൻസ്, ആ ഓവർ കോൺഫിഡൻസ് ഉണ്ടായാലും എന്താണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ്. പിന്നെ പറയുന്നത് ഒരു വർക്ക് തന്നിട്ട്, ഒരു ടാസ്ക് തന്നിട്ട് അത് തുടങ്ങാൻ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതും പ്രൊക്രാസ്റ്റിനേഷന്റെ ഭാഗമാണ്. ദെൻ പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവരുടെ കാണുന്ന ഒരു ഇതാണ്, മീൻസ് എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് ഫോർഗെറ്റിംഗ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ടാസ്ക് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ, ഹറിബറി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ചിലപ്പം നമ്മൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രമല്ല സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പല പല ടാസ്കുകളും നമുക്കുണ്ടാവും. സ്വാഭാവികമായിട്ടും എന്താണ്, ചില ടാസ്കുകൾ നമ്മൾ മറന്നുപോകും, അതിന്റെ ഡെഡ് എൻഡ് മറന്നുപോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്നതാണ് ഈ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതും പ്രൊക്രാസ്റ്റിനേഷന് ഒരു കാരണമാണ്. ദെൻ പിന്നെ ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റാത്ത ആള് എന്താണ് എപ്പോഴും നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ ബ്ലെയിം ചെയ്യാം. അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സ്കൂളിലാകുമ്പോൾ ടീച്ചേഴ്സ് ഒരു ഹോംവർക്കോ എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ അടുത്ത് കൊടുത്താൽ
അവർക്ക് ആക്ച്വലി ചിലപ്പോൾ അത് ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് ഹോംവർക്ക് ചോദിക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന റീസണ് പനിയായിരുന്നു, വയ്യായിരുന്നു, അസുഖമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ ആ ഒരു ബ്ലെയിമിങ് ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ കാണുന്നത് അത് കുട്ടികളുടെ അടുത്താണ്. വേറെ ഒന്നുമല്ല, ചിലപ്പം അവർക്ക് ഉണ്ടാവുക ചിലപ്പം ഹെൽത്ത് കണ്ടീഷനൊക്കെ ഡിസോർഡർ ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്താണ് ചിലപ്പോൾ ഇതൊരു റൂട്ടീൻ റിപ്ലൈ ആയിട്ട് റെസ്പോൺസ് ആയിട്ട് കുട്ടികൾ കൊണ്ടു നടക്കാറുണ്ട്. ദെൻ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് മൊമെന്റ്, നല്ലൊരു എന്താ പറയാ ശരിയായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. കിട്ടിയ സമയം കൊണ്ട് ചെയ്യണ്ട, എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയതിന് മാത്രം ഒക്കെ ആയാൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു പിന്നെ ഒരു തീരുമാനം എടുക്കാം. ദെൻ പിന്നെ 2-3 ടാസ്ക് മിക്സപ്പ് ചെയ്തിട്ട് വരുമ്പം ഏതാണ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളത് ചെയ്യും, ബാക്കിയുള്ളത് നമ്മൾ ഡിലേ ചെയ്ത് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനത്തെ കുറെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ടാസ്കുകൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷനും ഡിപ്രഷനും OCD ഒക്കെ വല്ല ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇന്റർ റിലേറ്റഡ് ആയിട്ട് ഉണ്ടോ എന്നുള്ള ഒരു ജസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ഡിപ്രഷന് എല്ലാവർക്കും അറിയാം, ഒരു ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ് ആൻഡ് ലാക്ക് ഓഫ് എനർജി എന്നൊക്കെ പറയാം. പക്ഷെ ഈ ഒരു ഡിപ്രഷന് പോയ ഒരാൾക്ക് ഒരു പക്ഷെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ ഉണ്ടാവുന്ന പറയുന്നത്. ഒന്നും ചെയ്യാൻ തോന്നാത്ത അല്ലെങ്കിൽ ഒരു ഫീലിങ്ങും എന്താ പറയാ ഒരു ഫീലിങ്ങും ഇല്ലാത്ത അല്ലെങ്കിൽ ഫീലിങ്ങും അറിയാത്ത ആ ഒരു സ്റ്റേജൊക്കെ ആവുമല്ലോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ദെൻ അങ്ങനെ ഈ ഡിപ്രഷൻ ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ തുടങ്ങാൻ ഒരു മടിയായിരിക്കും, തുടങ്ങാൻ ഒരു പേടി അല്ലെങ്കിൽ മടിയൊക്കെ ആയിരിക്കും. നമ്മള് ഡിപ്രഷൻ ഉള്ളവർക്ക് പലരും എന്താ പറയാ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് ഇതിനൊക്കെ ആവും, ഇതൊക്കെ നടക്കൂ, നമ്മളെ കൊണ്ട് ഇത് കഴിയോ എന്നുള്ള ഒരു തോന്നൽ അവർക്കൊരു സെൽഫ് ഡൗട്ട് അവർക്കുണ്ട്. സോ ആ ഒരു സെൽഫ് ഡൗട്ട് വന്നാലും എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ സംഭവിക്കും. ഡിപ്രഷനിലൂടെ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ കഴിഞ്ഞ ഒരാൾക്ക് എന്ന് പറയുന്നത് അവരുടെ എബിലിറ്റീസിനെ കുറിച്ചിട്ട് അവരൊരു ഇൻസെക്യൂർ ആയിരിക്കും. വെദർ ഐ ആം കേപ്പബിൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും ഈ ഡിപ്രഷൻ ഉള്ള ആളുകൾ. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ടാസ്ക് കിട്ടിയാൽ ഇവരത് പിന്നെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ്. അത് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ OCD ഉള്ളവര് എപ്പോഴും പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. ഓക്കെ, പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും എന്ന് വെച്ചാല് ഒരു നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആവില്ലേ, മറ്റുള്ളവർ ഇത് കേട്ടിട്ട് എന്ത് പറയും, ആ ഒരു തോട്ടൊക്കെ ഉള്ള ആളുകളായിരിക്കും ഈ OCD ഉള്ളവർ. അങ്ങനെ പിന്നെ ഈ OCD ഉള്ള ആളുകളും പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാറുണ്ട്. കിട്ടുന്ന ടാസ്കുകൾ മുഴുവൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞോണ്ട് പോവാണ്. യെസ് കേൾക്കുന്നുണ്ട്. ഓക്കെ. ദെൻ ഇനി ഒരു മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ പറയുന്നുണ്ട്. പാസീവ് പ്രൊക്രാസ്റ്റിനേഷനും ആക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷനും. പാസീവ് പ്രൊക്രാസ്റ്റിനേഷൻ അതിന്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാസീവ് എന്ന് പറഞ്ഞാൽ ഇത് അറിയാതെ നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഡിലേ ചെയ്യുന്നുണ്ട് എന്ന് അറിയാതെ തന്നെ നമ്മളിങ്ങനെ നീട്ടി വെക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകളെയാണ് പാസീവ് പ്രൊക്രാസ്റ്റിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആക്റ്റീവ് പ്രൊക്രാസ്റ്റിനേറ്റേഴ്സ് എന്ന് പറയുമ്പോഴോ ഇത് അറിഞ്ഞുകൊണ്ട് പിന്നെ നമ്മളിത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ആളുകളെയാണ് ആക്റ്റീവ് പ്രൊക്രാസ്റ്റിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളിങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനിത് അറിയാതെയാണോ ചെയ്യുന്നത്, അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്, നമ്മൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യാം, നീട്ടി കൊണ്ടുപോകാൻ. പാസീവ് ആയിട്ടുണ്ടെങ്കിൽ ഇല്ല, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമ്മൾ ബിസി ആയിട്ട് ഇതങ്ങനെ മറന്നുപോയി അറിയാതെ ഡിലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളോട് അങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക, ആക്റ്റീവ് പ്രൊക്രാസ്റ്റിനേറ്റേഴ്സ് ആണോ അല്ലെങ്കിൽ പാസീവ് പ്രൊക്രാസ്റ്റിനേറ്റേഴ്സ് ആണോ എന്ന് ഒന്ന് ചെക്ക്. ദെൻ പിന്നെ ഡിഫറെന്റ് ബിഹേവിയറൽ സ്റ്റൈൽസ് ഉണ്ട്. പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ആളുകളെ നമുക്ക് കുറച്ച് പേരുകളൊക്കെ ഇട്ട് വിളിക്കാം. ഒന്ന് പെർഫെക്ഷനിസ്റ്റ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. OCD ഉള്ള ആളുകൾ എപ്പോഴും പെർഫെക്ഷനിസ്റ്റ്, എപ്പോഴും നീറ്റായിട്ട് ഒക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളാണ് അവർ. അപ്പം ഒരാള് പെർഫെക്ഷനിസ്റ്റ് ആണ്. പെർഫെക്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പേടി. ആ പേടി കാരണം ഇത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. അയാൾ പറയുന്ന പേരാണ് പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് ഡ്രീമർ ആണ്. എപ്പോഴും ഒരു എന്താ പറയാ സ്വപ്ന ലോകത്തായിരിക്കും, ഡ്രീം വേൾഡിലാവും. ദെൻ അവര് ഈ ഒരു ടാസ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യത്തെ കുറിച്ചിട്ടോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ഈസി ഗോയിങ് പേഴ്സൺസ് എന്ന് പറയും, ഡ്രീം വേൾഡിലുള്ള ആളുകൾ. ദെൻ മൂന്നാമത്തെ ആള് എന്ന് പറയുന്നത് വറിയറാണ്. എപ്പോഴും വറീഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, പേടി കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതിന്, ടാസ്ക് ചെയ്യുന്നത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളെയാണ് വറിയർ എന്ന് പറയുന്നത്. പിന്നെ ഒരാൾ പറയുന്നത് ക്രൈസിസ് മേക്കർ ആണ്. ക്രൈസിസ് മേക്കർ എന്ന് പറയുമ്പോൾ വർക്ക് അണ്ടർ പ്രഷർ. അവർക്ക് ഒരാൾ പ്രഷർ കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും അധികം നിർബന്ധിതാവസ്ഥയിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ, പ്രഷർ കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ ഈ കാര്യങ്ങൾ അങ്ങനെ എന്താ പറയാ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. ദെൻ പിന്നെ പറയുന്നത് ലാസ്റ്റ് പറയുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഓവർ ഡുവർ ആണ്. അവര് ഓവർ ഡുവർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും അതിനെങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എന്താണ് അതിനങ്ങട്ട് ആകെ സ്ട്രെസ്സായി, ആകെ ടെൻഷൻ അടിച്ച് പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരാൾ. അപ്പൊ ഈ ഒരു കുറേ അധികം ചെറിയ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതങ്ങനെ ചെയ്യാ, പിന്നെ ചെയ്താല് ശരിയാവോ, പിന്നെ കുറെ സമയം വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാനൊന്നും ആയിട്ടില്ലെങ്കിൽ കൂടിയും അതിനെ കുറിച്ച് ഇങ്ങനെ പിന്നെ അത് ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ബൗണ്ടറിയിലൊക്കെ പോകുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയുന്ന പേരാണ് ഓവർ ഡുവർ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറെ നെഗറ്റീവ്സ് വരും. ആ ഒരു നെഗറ്റീവ്സ്, കോമൺ ആയിട്ട് വരുന്ന നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നന്നായിട്ട് ബാധിക്കും. ഇതൊരു റൂട്ടീനായിട്ട് നമ്മൾ കൊണ്ടുപോകും. ഒരു പ്രോഗ്രസീവ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങളോ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ അതിന്റെ ഒരു റിഡക്ഷൻ വരും, ഒരു കുറവ് വരും. കാരണം ഒരു ആക്റ്റീവായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നമ്മൾ ഒരു ലേസി പേഴ്സൺ ആയിട്ട് മാറും. ലേസി പേഴ്സൺ ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ, ലേസി പേഴ്സണെ അതിന് പ്രത്യേകിച്ച് ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊലീഗ്സിന് ഇഷ്ടം ഉണ്ടാവില്ല. ഫ്രണ്ട്സിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്, ബാക്കിയുള്ള എല്ലാവരും അവർക്ക് കൊടുത്ത ടാസ്ക് ചെയ്യും, നമ്മൾ മാത്രം ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതവിടെ നമ്മുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിക്കും ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഒരു കപ്പിൾ റിലേഷനിലാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പാർട്ട്ണർ എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്ന ആളും ഒരാൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ആളും, അത് അവരുടെ റിലേഷനെ നന്നായിട്ട് ബാധിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈല് ബാധിക്കും എന്ന് പറഞ്ഞു. ഒരു എന്താ പറയാ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു കാര്യം ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്കി പിന്നെ ഫോളോ ചെയ്ത് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഡിലേ ആവും. സോ ദെൻ പിന്നെന്താണ് പറയുന്നത്, ഇങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവും, വാട്ടർ ബില്ല്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മറന്നു പോകും അല്ലെങ്കിൽ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡിസോർഡർ ആവും. ഫാമിലി റിലേഷൻഷിപ്പിനെ ബാധിക്കും, അതുപോലെ നമ്മളെ വർക്ക് പ്ലേസിലെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. പിന്നെ ഈ ഒരു പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ കൊണ്ട് മെന്റൽ ഹെൽത്തിനെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. മെന്റൽ ഹെൽത്തിനെ ബാധിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഇന്ന് ചെയ്യാതെ നാളേക്ക് മാറ്റി വെച്ചാൽ നാളേക്ക് വേറെയും ടാസ്കുകൾ ഉണ്ടാവും.
അപ്പൊ നാളേക്ക് എന്താവും? പ്രഷർ കൂടും, സ്ട്രെസ് കൂടും. അങ്ങനെ ഇതൊരു മെന്റൽ ഹെൽത്തിനെ, നമ്മുടെ ഒരു പീസ്ഫുൾ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, നേരത്തെ പറഞ്ഞു സോഷ്യലി മിങ്കിൾഡ് ആവുന്ന പ്ലേസുകൾ, പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫാമിലി, ഈ റിലേഷൻഷിപ്പിനൊക്കെ ഒരു നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. ഇനി ഇത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതൽ ടാസ്കുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഹ്യൂജ് ബാക്ക്ലോഗ് ഓഫ് ടാസ്ക് ആണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് വരും. ആ സ്ട്രെസ് വന്നാൽ നമ്മൾ ഡിപ്രഷനിലേക്ക് വരും, കൂടുതലായിട്ട് ഇത് ചെയ്യുന്നവര്. ഓക്കെ, അങ്ങനെ ഒരു ഹ്യൂജ് ബാക്ക്ലോഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അത് സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സിനോടൊക്കെ നമ്മളോട് ഒരു ഹേറ്റഡ് അല്ല, ഒരു ഡിസ്ലൈക്ക്, ഒരു നീരസം ഒക്കെ തോന്നാനുള്ള ഒരു സാധ്യത കൂടി പറയുന്നുണ്ട്. നമ്മളെ എങ്ങനെ നെഗറ്റീവ്ലി ചെയ്ത് നമുക്ക് ഒരിക്കലും ഇത് പോസിറ്റീവ് അല്ല. പോസിറ്റീവ് തീർച്ചയായിട്ടും പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ എങ്ങനെ നോക്കിയാലും നമ്മളത് നെഗറ്റീവായിട്ട് മാത്രമേ ബാധിക്കുള്ളൂ. നമ്മളത് ബാധിക്കില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പല കാര്യങ്ങളെയും ഡേ ടു ഡേ ലൈഫിനെ തന്നെ എന്താ പറയുക നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു കാര്യമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യം. പക്ഷെ നമ്മളെ ഹെൽത്തിനെ, അതുപോലെ ബാക്കി നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ, പേഴ്സണൽ ലൈഫിനെയൊക്കെ തന്നെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. ദെൻ ഇതൊരു വലിയൊരു പ്രശ്നം ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെന്റൽ ഇൽനെസ് അല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് പറയണം ഇങ്ങനെ പോയാലൊന്നും പറ്റില്ല, ഒന്ന് സിസ്റ്റമാറ്റിക് ആവണം, ഓറിയന്റഡ് ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈ ഒരു പ്രശ്നത്തെ ഓവർകം, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടല്ലോ. സോ അങ്ങനെ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറയുന്നത്. അതിലാദ്യം പറയുന്നത് എന്താ വെച്ചാൽ ഒരു മേക്ക് എ ടു ഡു ലിസ്റ്റ്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. പലപ്പോഴും നമ്മൾ മൈൻഡിലായിരിക്കും ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഈ മൈൻഡിൽ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകും. നമ്മള് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ മൈൻഡിനോട് ഇങ്ങനെ ചോദിക്കുന്നില്ല, അപ്പൊ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുമായിരിക്കും. പക്ഷെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലത്തൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാൻ, വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കുറെ നമുക്ക് ഓവർകം, ഒരു നല്ലൊരു എക്സ്റ്റെന്റിൽ പിന്നെ ഒരു ലെവലിലേക്ക് നമുക്കത് ഓവർകം ചെയ്യാം എന്ന് പറയാം. ഈ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളൊരു ട്രാക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനിങ്ങനെ ടിക്കിട്ട് പോകാം. അപ്പൊ ഇത് കഴിഞ്ഞല്ലോ, അടുത്ത സ്റ്റെപ്പ് ഇതാണ്. നമ്മളൊരു ഓറിയന്റഡ് ആയിട്ട് പോകും. സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാൻ കഴിയും. ദെൻ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത് പറയുന്നത്, നമ്മൾ ഈ കാര്യം പ്രൊക്രാസ്റ്റിനേഷൻ പെട്ടെന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് പിന്നെ സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ടേക്ക് ബേബി സ്റ്റെപ്സ്. പതുക്കെ പതുക്കെ, ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് ഈ പ്രശ്നം മാറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ ടേക്ക് സിമ്പിൾ സ്റ്റെപ്സ് എന്നാ പറയുന്നത്. എന്താണ്, ഓരോ ഈ ടു ഡു ലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ മാത്രമേ ഇരുന്ന് നമുക്ക് മാറാൻ പറ്റുള്ളൂ. സോ ഒരു സഡൻ റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ഈ സംഭവം നമ്മുടെ കൂടെ ഉള്ളത് പോലെ തന്നെ അത് ക്യൂർ ആവാനും എന്ത് ചെയ്യും, ഇറ്റ് വിൽ ടേക്ക് ടൈം. ദെൻ പിന്നെ ഒരു കാര്യം പറയുന്നത്, ഡിസ്ട്രാക്ഷൻ. നമ്മളൊരു കാര്യം, ഒരു ടാസ്ക് തന്നിട്ട് നമുക്കത് ചെയ്യാൻ നമ്മൾ ഇരിക്കുമ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ലീഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോ ഒരു ടാസ്ക് തന്നിട്ട്, നമുക്കൊരു ടാസ്ക് തന്നു, ദാറ്റ് ഇസ് നോട്ട് സോ എൻജോയിങ് ദാൻ വാച്ചിങ് എ TV. ഒരു റൈറ്റിംഗ് സെഷനാണ് തന്നിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക.
ഒരു റൈറ്റിംഗ് സെഷൻ കുറച്ച് എസ്സേ എഴുതാനോ അസൈൻമെന്റ് എഴുതാനോ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് റൈറ്റിംഗ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടോ തന്നു എന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ നമുക്കൊരു വാച്ചിങ് ടി വി അല്ലെങ്കിൽ സ്പെൻഡിങ് ടൈം ഇൻ സോഷ്യൽ മീഡിയ അതാണ് അപ്പീലിംഗ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങോട്ട് പോകും. ഈ ഒരു പിന്നെ റൈറ്റിംഗിൽ നിന്നോ അല്ലെങ്കിൽ വായനയിൽ നിന്നോ മാറി പിന്നെ വാച്ചിങ് ടി വിയിലേക്കോ അല്ലെങ്കിൽ സർഫിംഗ് ത്രൂ ഇന്റർനെറ്റ്സോ സോഷ്യൽ മീഡിയയിലേക്ക് പോകും. സോ എന്തൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാൻ ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുക. നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്യുന്നത് വരെ ഞാൻ ഫോൺ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല, ടി വി കാണില്ല, അല്ലെങ്കിൽ പാർട്ടി ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിക്ക് പോകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുക. ദെൻ പിന്നെ പറയുന്നത് ഒരു സെൽഫ് മോട്ടിവേഷൻ തന്നെ. നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു പറഞ്ഞത്. അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളിത് ചെയ്തല്ലോ അപ്പൊ നമ്മളെ തന്നെ നമ്മളെ സ്വയം ഒന്ന് ഷോൾഡറിൽ ഒന്ന് തട്ടി നീ ആള് കൊള്ളാലോ, ആള് അടിപൊളിയാണ്, നിന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റും എന്നുള്ള ഒരു സെൽഫ് അപ്രീസിയേഷൻ സെൽഫ് മോട്ടിവേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് പ്രൊക്രാസ്റ്റിനേഷന്റെ എന്തുകൊണ്ടാണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇത് നമ്മളെ ലൈഫിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെന്റൽ ഇൽനെസ് ഒന്നും അല്ല, പക്ഷെ അതൊരവസ്ഥയാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൂട്ടീനായിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ചിലപ്പം ഡിപ്രഷനിലേക്കും സ്ട്രെസ്സിലേക്കും ഒക്കെ നമ്മളെ ലീഡ് ചെയ്യും. ലൈഫിന് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഈ പ്രൊക്രാസ്റ്റിനേഷന് കാരണം ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. സോ എന്താണ് ഒരു വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് അതിനെ കാണേണ്ടതില്ല. വി ക്യാൻ ക്യൂർ ഇറ്റ്. ഇനിയൊരു രോഗമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ക്യൂർ, അതൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓവർകം. അതിന് കുറച്ച് പ്രാക്ടീസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് മാറ്റാനും കഴിയും. സോ ഇതാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചിട്ട് വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് എത്ര പറഞ്ഞാലും അത് തീരില്ല. കാരണം നമ്മൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80 to 90% ആളുകൾക്കും ഇത് ഉണ്ടാകും അല്ലെ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് താല്പര്യം, അല്ലാതെ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ. സോ നമ്മളത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ എനിമിയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. ആ എനിമീനെ നമ്മള് തോൽപ്പിക്കാൻ തോൽപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താണ് നമ്മുടെ സക്സസിലേക്ക്, നമ്മുടെ വിജയത്തിലേക്ക് പോകാൻ പറ്റും. Okay, so procrastination is the enemy of success. We have to defeat our enemy. Okay, ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് നിർത്തുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു റാഷിദ മാം. ഏറ്റവും വളരെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളതും ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചൊരു ക്ലാസ് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ അത് വളരെ മനോഹരമായി തന്നെ ഇവിടെ അവതരിപ്പിച്ചു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഏത് ടൈപ്പ് ആളുകൾക്കൊക്കെയാണ് ഇത് വരിക, ഏതൊക്കെ സാഹചര്യത്തിലാണ് അത് വരിക, എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് നിർവഹിക്കേണ്ടത് നമ്മളാണ്. അല്ലെ, കുറെ നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ കുറെ കേൾക്കും, ഹാബിറ്റ്സിന്റെ കേൾക്കും, അതേപോലെ തന്നെ പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ കേൾക്കും, അങ്ങനെ തുടങ്ങിയ ഡിസിപ്ലിൻ നമ്മൾ കേൾക്കും, അല്ലെ, എല്ലാം നമ്മൾ കേൾക്കും. അപ്പോൾ ഇത് നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യുമ്പോഴുണ്ടാകുന്ന മാറ്റം എല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങൾ തന്നെയാണ്. ഏതൊരു കാര്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ഈവൻ കൗൺസിലിംഗിൽ വരുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളരെ സിമ്പിൾ ടെക്നിക്ക് ആയിരിക്കും. പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു സംഭവം അല്ലേ, ഇത് വിഷ്വലൈസേഷൻ അല്ലേ, ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, ഇതൊരു മൈൻഡ്ഫുൾനെസ് അല്ലേ എന്നത് അതാണ് നമ്മുടെ ഒരു ചിന്താഗതി. അപ്പോ ആ രീതിയിൽ നമ്മൾ അത് ചെയ്യാതിരിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. എന്നാൽ ഈ സെയിം സാധനം തന്നെ ചിലപ്പോൾ വേറൊരാള് സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്ത് ആള്
ലൈഫിൽ സക്സസ് ആയിട്ടുണ്ടാവും. അതെ. അപ്പോ നമ്മൾ ഏതിനെയും എത്ര ചെറുതാണെങ്കിൽ പോലും അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ടാണ് മോട്ടിവേഷനും ഡിസിപ്ലിനും തമ്മിൽ വ്യത്യസ്തമാവുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഒറ്റ ഹയർ പീക്കിലേക്ക് ഒറ്റ ഇതങ്ങോട്ട് പോകും. ഒരു ദിവസം ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് മല മറിക്കണം എന്നൊക്കെ വിചാരിച്ചു പോകും. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സാധാരണ പോലെ ആവും. എന്നാൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് കണ്ടിന്യൂസ് ആണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എന്നും രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ള രൂപത്തിൽ, അതല്ലെങ്കിൽ ഹാബിറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ നീട്ടിവെക്കുന്ന ഒരു വിഷയമായി കഴിഞ്ഞാലും എല്ലാത്തിനും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായിട്ട് സമാപിക്കുകയാണ്. സോ ഇന്നത്തെ സെഷൻ എന്തെങ്കിലും ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് കൺവേ ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ സെഷനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് പറയാനുള്ള അവസരം ഓഡിയൻസിന് നൽകുകയാണ്. സോ മൈക്ക് റിലീസ് ചെയ്യുന്നു. രാഷി, നല്ല ശബ്ദമായിരുന്നു, നല്ല അവതരണ രീതിയാണ്, നല്ല ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് തോന്നി കണ്ടപ്പോ. പിന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാനും നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് പലപ്പോഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരിങ്ങനെ വളരെ ഒരു ബഹുമാനത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം എന്നൊക്കെ കണ്ട് വിചാരിച്ച് 2 ദിവസമൊക്കെ അങ്ങോട്ട് ചെയ്യും. 3-ാമത്തെ ദിവസം വീണ്ടും. അതൊരു പേഴ്സണാലിറ്റിന്റെ ഒരു ക്യാരക്ടറും കൂടിയാന്ന് തോന്നുന്നു ഇത്. എന്നാലും കുറെ ചേഞ്ച് വരുത്താൻ ശ്രമിക്കാറുണ്ട് ബോധപൂർവം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ ആ ലൈറ്റ് ഇല്ലേ, സൂം മുഖത്തേക്ക് ലൈറ്റ് വരുന്നില്ല, ഒരു ഇടിയുടെ അടച്ചുകൊണ്ട് കുറച്ചങ്ങോട്ട് തോന്നുന്നുണ്ട്. ആണല്ലേ, എനിക്കൊന്ന് ഫീൽ ചെയ്തു. പിന്നെ സാറിനോട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചു, സാർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല, അത് ഈ നമ്മൾ ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് ഇങ്ങോട്ട് വരണം. അതെ. അതെ, അപ്പോ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഫ്രണ്ടിലായിരിക്കണം ലൈറ്റ്. അപ്പോഴാണ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുക. ബാക്കിലാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ലൈറ്റ് വരില്ല, ബാക്ക് സൈഡിലാണ് ലൈറ്റ് അടിക്കുക. എന്നാൽ ബാക്കിലോ സൈഡിലോ വരുമ്പോൾ ഈ ലൈറ്റിന്റെ ഒരു പ്രശ്നം വരും. എപ്പോഴും ഫ്രണ്ട് മുഖത്തേക്ക് ലൈറ്റ് അടിക്കുന്ന രൂപത്തിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി വെളിച്ചം നമ്മുടെ മുഖത്തേക്ക് വരും. ഞാൻ ലാപ്പിൽ അങ്ങനെ ഒരു പിന്നെ വീഡിയോ നമ്മൾ ക്ലാസ് കേൾക്കാന്നല്ലാതെ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അതെ, എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. ചില ലൈറ്റ് ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, റേഞ്ച് ഉള്ള സ്ഥലത്ത് ലൈറ്റ് ഉണ്ടാവില്ല. ഓക്കെ. എനിവേ, സന്തോഷം. താങ്ക് യു പ്രജുല മാം. വേറെ ഇവിടെ ഒരു ചാറ്റ് ബോക്സിൽ ആയിൻ പറഞ്ഞിട്ടുണ്ട്, വെരി നൈസ് ടോപ്പിക്, വെൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ വേറെ ആർക്കാണ് ഈ ഹലോ ഈ പ്രോക്രാസ്റ്റിനേഷനില് പിന്നെ ഞാൻ പലപ്പോഴും പല ടാസ്കുകളും ഇങ്ങനെ നീട്ടി വെക്കാറുണ്ട്. അപ്പോ നിങ്ങൾ പറഞ്ഞൊരു കാരണം പെർഫെക്ഷൻ ആവണം എന്ന് ഉദ്ദേശിക്കുന്നവരാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒരു ഇതൊക്കെ ചെയ്യാറെന്ന്, അങ്ങനത്തെ ഒരു റീസൺ പറഞ്ഞ പോലെ തോന്നില്ലേ? അതതിന്റെ മെയിൻ റീസൺ ആണ്. കുറച്ചും കൂടെ ഇങ്ങനെ നന്നാവട്ടെ നന്നാവുക എന്നുള്ള ഇങ്ങനെ ചിന്തിക്കാന്നല്ലാതെ അതങ്ങനെ നീട്ടി വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവാറുള്ളത് പലപ്പോഴും. അതെ, അത് ഒരു ടൈപ്പ് ഓഫ് ആളുകള് പെർഫെക്ഷനിസം നല്ല റീസൺ. അതിപ്പോ ഒഴിവാക്കാൻ, ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഓക്കെ. അല്ല, ഇത് പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യം എന്താണ് ശരിക്കും? ഇത് നീട്ടി വെക്കുന്നതൊന്നും മാറ്റിയെടുക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മള് പിന്നെ ആദ്യം പറഞ്ഞു, ഓവർകം ചെയ്യുന്നതിൽ ആദ്യം പറഞ്ഞു, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. നമുക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ് തന്നിട്ടുള്ളത്, ഇന്ന ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെച്ചെങ്കിൽ നമ്മൾ അതൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ റൂമിൽ ചിലപ്പോൾ ഷെൽഫിന്റെ പുറത്തോ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കാം. ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഇത് നമ്മൾ ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുക ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്യുക. അപ്പൊ 2ാമത്തെ തവണ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇത് ടിക്ക് ചെയ്തിട്ടില്ലല്ലോ, ഇത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ചെയ്യാനുള്ളൊരു ടെൻഡൻസി വേണം. ഇത് നമ്മള് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം നമുക്ക്. പിന്നെ ഇത് ചെയ്യണം, നീട്ടി വെക്കണ്ട എന്നുള്ള ഒരു
തോന്നല് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓറിയന്റഡ് ആയിട്ടൊക്കെ പോവാം. സ്വാഭാവികമായിട്ടും ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള സാധനം നമ്മുടെ അടുത്തുനിന്ന് പോയിക്കോളും. അതൊരു നമ്മൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യൂല. പക്ഷെ ഒരു ചെറിയൊരു താല്പര്യം ഉള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ അതിങ്ങനെ തള്ളിക്കൊണ്ട് പോകും. അപ്പൊ ആദ്യം അതിനെ ഇഷ്ടപ്പെടുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഇന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതിങ്ങനെ ടിക്ക് ചെയ്തിട്ട് പോകും. ലാസ്റ്റ് ആകുമ്പോഴേക്കും അന്ന് ഓരോ ദിവസം വൈകുന്നേരം ചെയ്യേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം നമ്മൾ നോക്കുമ്പോൾ ഫുൾ ടിക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മളത് ചെയ്തല്ലോ, നമ്മളത് മാറ്റി വെച്ചില്ലല്ലോ. രാവിലെ പേസ്റ്റ് ചെയ്ത് വെച്ച അതേപോലെയാണ് വൈകിട്ട് വന്നാലും ടിക്കും ഇല്ല, ഒന്നുമില്ല, നമ്മൾ ടാസ്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാവില്ല, എന്താണ് ഇത്, നമ്മളെ കൊണ്ട് പറ്റണില്ലല്ലോ, ഇത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ഇതും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു എന്താ പറയാ, ഒരു ഷെയിം തോന്നൂലേ. അപ്പം അത് ഓവർകം ചെയ്യാം നമുക്ക്. ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം ഒരു പരിധി വരെയൊക്കെ. ഒരു പരിധി വരെയല്ല, നമ്മുടെ വില്ലിങ്നെസ്സും കൂടെ വേണം, നമുക്കൊരു താല്പര്യം വേണം ഇത് മാറ്റണം എന്നുള്ളത്. ഓക്കെ, തീർച്ചയായും. താങ്ക് യു. അതെ അതെ, ഇതില് സമീർ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ചില സമയത്ത് ഈ പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ. അപ്പൊ എന്ത് സംഭവം ചെയ്യുമ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ടാവും, നമുക്കൊരു വിഷ്വലൈസേഷൻ ഉണ്ടാവും, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ അത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ശ്രമിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എപ്പോഴും കരുതുക ഏറ്റവും സൂപ്പർ ആയിട്ട് ചെയ്ത ഒരാള് അതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ ഈ സാധനം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ വേണ്ടി വരും. ഒരു ഉദാഹരണം പറയാനുണ്ടോ? അപ്പൊ നമുക്ക് സ്റ്റാൻഡ് വേണ്ടി വരും, ക്യാമറ വേണ്ടി വരും, ലൈറ്റ് വേണ്ടി വരും. അപ്പൊ നമ്മളായിരിക്കാം ആദ്യം ക്യാമറ മേടിക്കാം, പിന്നെ ലൈറ്റ് മേടിച്ചിട്ട്, പിന്നെ ഇത് മേടിച്ച് സ്റ്റാൻഡ് മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോ ഇത് ഒരു വലിയ ലോങ് പ്രോസസ് ആണ്. എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടാകും, നമ്മൾ അതിനോട് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമ്മൾ എന്താണ്, എന്ത് കാര്യമായി കഴിഞ്ഞാലും ജസ്റ്റ് സ്റ്റാർട്ട്, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വെബിനാർ എടുക്കാൻ പറയുമ്പോൾ, അയ്യോ സാറേ എൻ്റെ പിന്നെ ആകെ ഒരു പഴയ ലാപ്ടോപ്പാണ്, അതിന് ക്യാമറ ഇല്ല, അത് എന്ന് വിചാരിച്ച് ഈ സാധനം ഒരു വർഷം കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ ഉണ്ടാവും, പുതിയൊരു സാധനം മേടിക്കുകയില്ല, അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പഴയ സാധനം വെച്ചിട്ട് നിങ്ങൾ ഒരു വർഷം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ വേറെ ലെവലിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെ? അതെ. അപ്പോ ഇവിടെ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ചില സമയത്ത് നമുക്കറിയാം, വാട്സപ്പിൽ ചിലപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ എല്ലാവരും ഡിസ്റ്റർബൻസ് ആണ്, പിന്നെ റിപ്ലൈ കൊടുക്കാന്ന് വിചാരിക്കും. എന്നിട്ട് ഈ സാധനം പിന്നെ റിപ്ലൈയും കൊടുക്കൂല, പിന്നെ എന്താണ്, പിന്നെ അത് അങ്ങനെ പോകും. പിന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് അവരെ കാണുമ്പോഴാണ്, നീ അന്ന് അയച്ചതിന് മെസ്സേജ് റിപ്ലൈ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മ ഓർക്കുക. അപ്പോ ചിലപ്പോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പോലും ഞാനൊരു ഡിസ്റ്റർബൻസിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ നമുക്ക് കൊടുക്കാലോ. അപ്പൊ അതോടെ ഇത് കഴിഞ്ഞു. ശരിക്ക് എന്ത് സാധനവും നമ്മൾ നീട്ടി വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു സ്ട്രെയിൻ ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഞാനിപ്പോ റാഷിദ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ റാഷിദോട് പറയാണ് ഞാൻ നാളെ വിളിക്കാം എന്ന് പറയുകയാണെങ്കിൽ, നാളെ വരെ ശരിക്കും ഈ ബ്രെയിനിൽ ഞാൻ എന്താണ് ഇത് കീപ്പ് ചെയ്യാണ്, നാളെ വിളിക്കാം. അത്രയും അപ്പൊ ഞാനിത് ഇപ്പൊ തന്നെ ചെയ്യുകയാണെങ്കിൽ അതുവരെ എനിക്ക് എന്താണ് അത്രയും സുഖമാണ്, റിലീഫ് കിട്ടും. ഇത് നമ്മൾ എല്ലാതും വിളിക്കണ കാര്യം, പോണ കാര്യം, അതെല്ലാം എടുത്തു വെച്ച് സ്ട്രെയിൻ കൂട്ടി അവസാനം അത് ചെയ്യേയില്ല. പിന്നെ ഗിൽറ്റ് ആയിട്ട് മാറും, അത് നഷ്ടബോധം, ഒരു ഗിൽറ്റ്, കുറ്റബോധം ഒക്കെ ആയിട്ട് എന്താണ് മാറുന്നത്. അപ്പൊ എന്താണ്, എങ്ങനെയാണോ നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നത് അതേപോലെ അങ്ങോട്ട് ചെയ്യാ. അതാണ് അതിന്റെ ഒരു നല്ല വശം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സമീർ സാർ, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മളെ എന്താ പറയാ, നമ്മളെ കോൺഫിഡൻസ് ഇല്ലായ്മ, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലായ്മ, എനിക്ക് അതിന് പറ്റുമെന്നുള്ള ഒരു സെൽഫ് ഡൗട്ട് ആണ്. അതും ചിലപ്പം നമ്മളെ ചൈൽഡ്ഹുഡിലെ നമ്മുടെ കൂടെ വന്ന കാര്യമായിരിക്കാം, അപ്രീസിയേഷൻ കിട്ടാത്തത് കാരണമൊക്കെ ആയിരിക്കാം. ചെറിയൊരു കാര്യമാണ്, പക്ഷെ ഇതേപോലെ നമ്മൾ മൈൻഡിൽ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ ആ ഒരു സാധനം ചെയ്യുന്നത് വരെ, ടാസ്ക് ചെയ്യുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ച് സർ പറഞ്ഞ പോലെ സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത്. അത് ഇതിന് നമ്മളുടെ ഒരു ക്യാരക്ടർ, ഒരു പേഴ്സണാലിറ്റി രൂപപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടല്ലോ. ചെറുപ്പം മുതലേ തുടങ്ങുന്ന, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പാരന്റിങ് എങ്ങനെയായിരുന്നു,
നമ്മൾ അതെ ഓട്ടോണോമസ് ആയിട്ടാണ് നമ്മളെ വളർത്തിയത്. അല്ല ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാരന്റ്സ് നമ്മളോട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മളെ അങ്ങനെ അതിലേക്ക് പ്രാപ്തമാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പ്രധാനമാണ്. ഏഹ് അപ്പോ അങ്ങനെ ഇപ്പൊ ചില രക്ഷിതാക്കൾ പറയുമല്ലോ, എന്റെ കുട്ടി എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യൂ എന്ന് പറയുന്ന അഭിമാനത്തോടു കൂടി പറയും ചില, അല്ലെ? അതെ അതല്ലെങ്കിൽ എന്റെ പിന്നിലേ നടക്കൂ, എന്റെ സാരിത്തുമ്പിലേ നടക്കൂ എന്നൊക്കെ പറയും. അപ്പോ കുട്ടികളെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവരെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അതാണ് അവർക്ക് കിട്ടുന്ന ഒരു ഓട്ടോണോമസ് ആയിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നത്. അത് വലുതായി കഴിയുമ്പോൾ അത് അവിടെ ഉണ്ടാവും. ആരെങ്കിലും അതെ പറയാതെ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ, നമ്മളായതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. കാരണങ്ങളുണ്ട്. അതെ അതെ അതെ. അതെ എന്നാൽ അത് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. തിരിച്ചറിയുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയിലേക്ക് എത്തണം എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സമീർ സാർ. എനി അതർ ക്വസ്റ്റ്യൻസ്? റാഷിദ മാം, യെസ് ഹലോ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല താങ്ക് യു. രസമുണ്ടായിരുന്നു. സംസാരം കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ലോ വായിച്ചിരുന്നു, പാർക്കിൻസൺസ് ലോ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് അതിൽ പറയുന്നത്. അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെടുക്കാൻ കുറെ സമയം കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും സമയം എടുത്തിട്ടായിരിക്കും അത് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും സമയം കിട്ടുന്നതിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ അതെ പറയണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഷർട്ട് ആക്കാൻ ഇപ്പൊ നമ്മളൊരു സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു നോക്കി, അപ്പൊ നമ്മൾ അവരോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തരണം എന്ന് പറയണമെങ്കിൽ അത്രയും സമയം എടുത്തിട്ടായിരിക്കും അവര് തരിക. അവർക്ക് വേറെ പണിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് തരണം പറഞ്ഞാൽ അവരത് 2 ദിവസം കഴിഞ്ഞിട്ട് തരുകയും ചെയ്യും. അതൊരു ഹ്യൂമൻ സൈക്കോളജി എന്നാണ് പറയുന്നത്. ഇങ്ങനെ നീട്ടി വെക്കാന്നുള്ളത് സമയം കിട്ടുന്നതിനനുസരിച്ച് എത്ര സമയം കിട്ടണോ അത്രയും നമ്മൾ അതിങ്ങനെ ചെയ്ത് തീർക്കാൻ വേണ്ടി പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു ലോയിൽ പറയുന്നത്, പാർക്കിൻസൺസ് ലോയിൽ പറയുന്നത്. അപ്പൊ ഈ പാർക്കിൻസൺസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ പറ്റിക്കാന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾക്കൊരു എക്സാം, അങ്ങനെ ഇപ്പൊ ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യാം. നമ്മൾക്ക് 1 മാസം കഴിഞ്ഞാലാണ് എക്സാം എന്നുള്ള നമ്മുടെ മൈൻഡിനെ പറ്റിച്ചിട്ട് നമുക്ക് ഈ പാർക്കിൻസൺസ് ലോ ഉപയോഗിച്ചിട്ട്, അപ്പൊ നമുക്ക് ആ ഒരു അത്രയും സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന് ഒരു ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇതിൽ വായിച്ചിരുന്നു ഞാൻ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു മാമിന്റെ സംസാരമൊക്കെ കേൾക്കാൻ. താങ്ക് യു. താങ്ക് യു സജ്ന. അതെ അതെ. അതില് ഈ സംഭവം ഇപ്പൊ നമ്മൾ എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അനുഭവിക്കുന്ന ഒരു സാധനം, എക്സാമിന്റെ തലേസേ നമ്മൾ പഠിക്കൂ. അതിന് മുമ്പ് എത്ര സമയം ഉണ്ടെങ്കിലും, കാരണം ഒരു ഡെഡ് ലൈൻ ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ആ ഡെഡ് ലൈനിന്റെ ഏറ്റവും അടുത്തൊരു സംഭവം. ഇപ്പൊ അസൈൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴേക്കും വെക്കുക, അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് മെയ് 31. അപ്പോ അതിന്റെ മുമ്പ് അങ്ങനെ ഒരു ടൈം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതുവരെ നമ്മൾ എന്താണ്, അതവിടെ സമയം ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ അവസാനം ആകുമ്പോൾ നമുക്ക് സമയം കിട്ടുകയില്ല. നമ്മൾ വിചാരിക്കും നേരത്തെ ഇത്രയും സമയം ഉണ്ടായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ, എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ആയിരിക്കും ഏറ്റവും അവസാനം വരുമ്പോൾ ഉണ്ടാവുക. അപ്പോ നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും സ്മാർട്ട് ഗോളിൽ ലാസ്റ്റ് ടൈം ബൗണ്ടഡ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ടൈം ഇല്ലാത്തൊരു ഗോള്, എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ നേടണം, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എനിക്ക് ഒരു മാനേജർ പോസ്റ്റിലേക്ക് എന്നെത്തണം, അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈം ബൗണ്ടഡ് അല്ലാത്ത ഒരു ഗോളാണെങ്കിൽ നമുക്ക് എന്താണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ഡെഡ് ലൈൻ നമുക്ക് ഉണ്ടാവുക, അതല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ അതിനെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. താങ്ക് യു സജ്ന കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഓരോ ട്രെയിനർ സ്റ്റോക്ക് പറഞ്ഞത് സാർ. സമീർ സാറ് ചാറ്റ് ബോക്സിലാന്ന് ചോദിച്ചിട്ടുണ്ടേ, ഞാൻ സെയിം എഴുതിയപ്പോഴേ അപ്പൊ അതെന്താന്ന് വെച്ചാൽ സാറ് പറഞ്ഞല്ലോ ഒരു വെബിനാർ എടുക്കാനായിട്ട് ട്രൈപോഡ് വാങ്ങണം, മൈക്ക് വാങ്ങണം. ഞാൻ അതുപോലെ തന്നെ ആയിരുന്നോടാ. ഞാൻ 4th ബാച്ചിൽ കഴിഞ്ഞാണല്ലോ. ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പൊ അടുത്തൊരു ഞാൻ ചെയ്തേക്കണല്ലോ സാർ. ഞാൻ ഇതുപോലെ ട്രൈപോഡ് വാങ്ങണം, പിന്നെ ഇതുപോലെ മൈക്ക് വാങ്ങണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ചെയ്യുന്നത്. അതെ അതെ അതെ. അല്ല, നമ്മളെ ബാച്ചുകളിൽ നമ്മൾ ടാസ്ക് ചെയ്യാൻ പറയുമേ കുട്ടികൾ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ അതേപോലെ തന്നെ സാറ് സമയം ഒന്ന് റെഡി ആയിട്ട് ഒരു മൂഡായിട്ടില്ല, അത് മൂഡാവുമ്പോ ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയാറുണ്ട്, ജസ്റ്റ് എന്താണ് നിങ്ങൾക്കുള്ളത് അതങ്ങൾ വെച്ച് തുടങ്ങിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഒരു തുടക്കമാണല്ലോ ഏറ്റവും, ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. സോ വളരെ വണ്ടർഫുൾ സെഷൻ, നല്ല ഡിസ്കഷൻ. സോ 8 മണിയാകുന്നു. 8 മണിക്ക് മറ്റൊരു സെഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
എന്തായാലും വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു, വർത്തിയായിരുന്നു. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത റാഷിദ മാമിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷനിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും സന്തോഷം അറിയിക്കുന്നു. നാളെ നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ള ഒരു വിഷയത്തിലാണ് ഫസ്റ്റ് ബാച്ചിൽ നിന്നുള്ള റസീന MP ആണ് നമ്മളോട് സംസാരിക്കുന്നത്. വിശേഷിച്ചും സ്കൂളൊക്കെ തുറക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ സെപ്പറേഷൻ ആങ്സൈറ്റി അല്ലെ, കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ്. അതായത് മാതാപിതാക്കളെ വിട്ടു പിരിയുമ്പോൾ, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പിന്നെ പിരിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്, ഒരു ഉത്കണ്ഠ ഉണ്ടാവും കുട്ടികൾക്ക്. അവർക്ക് പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതിനെ തിരിച്ചറിയുക, കുട്ടികളെ അങ്ങനെ വളർത്തുക, അതേപോലെ തന്നെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയായിരിക്കും നാളത്തെ ചർച്ച ഉണ്ടാവുക. സോ നാളെയും എല്ലാവരും പങ്കെടുക്കുക. സോ വൺസ് അഗൈൻ റാഷിദ മാം, താങ്ക് യു ആൻഡ് താങ്ക് യു എവ്രി വൺ. അപ്പൊ ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ ബൈ. താങ്ക് യു ആൾ. താങ്ക് യു സാർ.